നമ്മുടെ ജോൺ ബ്രിട്ടാസ് മാധ്യമപ്രവർത്തകനാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഈ വിദേശത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ പോയപ്പോൾ വളരെ നന്നായി ഭാരതത്തിന് വേണ്ടി സംസാരിച്ച ആളാണ്. അങ്ങനെയുള്ള ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ മറ്റേ ഇലക്ഷൻ നടത്തിയ ഭവനമോളി അല്ലേ നടത്തിയ മാർച്ചിൽ പങ്കെടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചിത്രം വന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അതായത് മിതാലി ബാഗ് എന്ന് പറയുന്ന MP കുഴഞ്ഞു വീണപ്പോൾ സ്നേഹത്തോടെ താങ്ങായി നമ്മുടെ ബ്രിട്ടാസ് അവരെ ചേർത്ത് പിടിച്ചു, നിലത്ത് വീഴാതെ. വേറെ നമ്മുടെ മറ്റേ പുള്ളിക്കാരിയും നാളെ ആ ബിസിനസ്സുകാരനെ കല്യാണം കഴിച്ച ആ പുള്ളിക്കാരിയും കുഴഞ്ഞു വീണായിരുന്നു. അപ്പോൾ ആരും താങ്ങിയില്ല പുള്ളിക്കാരിയെ. ഞാൻ വേറൊരു വീഡിയോ കണ്ടു, മഹുവ മൊയ്ത്ര ഇങ്ങനെ പോകുന്നു, പുറത്ത് സമരക്കാരെ നോക്കി ഇങ്ങനെ അവർ ചിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഫ്ലൈയിങ് കിസ് പറന്നു പോകുന്നുണ്ട്. ആർക്ക് നേരെയാണെന്ന് അറിയില്ല, രാഹുൽ അവിടെ ഉണ്ടായിരുന്നോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ആ ഭാഗം മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇവരുടെ എക്സ്പ്രഷൻ. മഹുവ എന്ന് പറഞ്ഞാൽ നമ്മൾ രാജസ്ഥാനോ ആ ഭാഗത്ത് കാണുന്നൊരു പൂവാണ്, ഒരു മരവും പൂവും. ആ മഹുവ എന്ന് പറഞ്ഞ പൂവില്ലേ, അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലഹരി ഉണ്ടാവും, കുറച്ച് ബോധക്കേടൊക്കെ വരും. ആയിരിക്കാം, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഏതായാലും ഈ നമ്മുടെ ഞാൻ വിരോധാഭാസം ജോൺ ബ്രിട്ടാസ് താങ്ങിപ്പിടിച്ച മിതാലി ബാഗ് ശരിക്കും ജോൺ ബ്രിട്ടാസിൻ്റെ കൈകളാൽ സ്വാന്തനം അർഹിക്കുന്ന ആളാണ്. കാരണം ബ്രിട്ടാസിൻ്റെ പാർട്ടി അതിനീചമായി മനുഷ്യത്വരഹിതമായി ഉപദ്രവിച്ച ആളാണ് മിതാലി ബാഗ്. ആ മിതാലി ബാഗിനെ ജോൺ ബ്രിട്ടാസ് തന്നെ താങ്ങി പിടിച്ചു എന്നുള്ളത് കാവ്യനീതിയാണ്. ശരിയാണ്. അതെ, അതായത് ഇവര് മിതാലി ബാഗ് ഒരു സംവരണ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നിരിക്കുന്നത്. ആയിരിക്കണം. അതെ, അവര് ജീവിതത്തിനോട് വല്ലാതെ പോരാടിയിട്ടാണ് ഈ നിലയിലെത്തിയിരിക്കുന്നത്. അവര് അംഗനവാടി പൊരുതി വന്ന ഒരു വനിതയാണ്. അംഗനവാടി ജീവനക്കാരിയായിരുന്നു അവര്. അത് ഇപ്പോഴും അവരൊരു മൺവീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരുപാട് പട്ടിണിയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഇവരുടെ അച്ഛന് കുറച്ച് പാടം ഉണ്ടായിരുന്നു. അവിടെ കൃഷിപ്പണി ചെയ്തിട്ടാണ്, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ഇവർ ജീവിച്ചു പോന്നിരുന്നത്. ആ പാടത്തിലെ ഒരു ഭാഗം CPM 34 കൊല്ലം ഭരിച്ചല്ലോ. ഈ അച്ഛൻ്റെ പാടത്തിലെ ഒരു ഭാഗം CPM-കാര്, DYFI-ക്കാർ, SFI-ക്കാർ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ ഇങ്ങനെ ഇറക്കുന്ന, ഇവര് തട്ടിയെടുത്തു. ഗുണ്ടകൾ തട്ടിയെടുത്തെന്ന് പറഞ്ഞാൽ പോരാ, CPM ഗുണ്ടകൾ തട്ടിയെടുത്ത് അവരുടേതാക്കി. അങ്ങനെ പിന്നെ ഇയാളെ കാണാതായി. അച്ഛനെ, മിതാലി ബാഗിന്റെ അച്ഛനെ കാണാതായി. കൊന്നില്ല. കാണാതായ ശേഷം കുറെ കാലത്തിന് ശേഷം അദ്ദേഹം മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് മാനസിക സമനിലയില്ല. ഒരു ഭ്രാന്തനായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഇങ്ങനെ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ആക്കി CPM. ഇവരുടെ കുടുംബം ജീവിതം ഇങ്ങനെ ഒരു ചെറിയ ഗ്രാമമാണത്, വികസനമൊന്നുമില്ല. ഇനി ഇവർ വേണം അവിടെ റെയിൽവേ ലൈനൊക്കെ കൊണ്ടുവരാനായിട്ട്. മിതാലി അവരതിനു വേണ്ടിയൊക്കെ ശ്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ 34 വർഷം CPM ഭരണകാലത്ത് ഈ ഏകാധിപത്യ ഭരണമാണല്ലോ. ഏകാധിപതികൾ, കമ്മ്യൂണിസ്റ്റ് എവിടെ ഉണ്ടെങ്കിലും ഏകാധിപതികൾ ഉണ്ടാവും. ഒരു തുള്ളി ഹിറ്റ്ലർ എന്ന് പറയുന്ന പോലത്തെ ആളുകളൊക്കെ ആയിരിക്കും ഭരിക്കുന്നത്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് ഈ മിതാലി ബാഗ്. അപ്പോൾ CPM ക്രിമിനലുകൾക്കെതിരെ, ഈ പാടം തട്ടിയെടുത്ത അച്ഛന് മാനസിക സമനില തെറ്റിച്ച CPM ക്രിമിനലുകൾക്കെതിരെ രംഗത്തിറങ്ങിയാണ് അവർ രാഷ്ട്രീയത്തിലെത്തുന്നത്. അതാണ് ഈ ബ്രിട്ടാസിന്റെ താങ്ങിപ്പിടുത്തത്തിന്റെ ഒരു പുറകിലുള്ളത്, പശ്ചാത്തലത്തിൽ. ഇവര് ആരംഭാഗ് മണ്ഡലത്തിൽ നിന്നാണ് ആദ്യത്തെ കന്നി മത്സരത്തിലാണ് ജയിച്ചിരിക്കുന്നത്. BJPയുടെ അരൂപ് കാന്തി ദിഗറിനെയാണ് തോൽപ്പിച്ചത്. 7.12 ലക്ഷം ആകെ വോട്ട് കിട്ടി. ഭൂരിപക്ഷം 6,000-7,000 വോട്ട്. നല്ല മത്സരമായിരുന്നു അല്ലേ? BJP നന്നായിട്ട് മത്സരിച്ചു, നല്ല ഗംഭീരമായിട്ട് BJP മത്സരിച്ചു. 7.12 ലക്ഷം കിട്ടി. 6 നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. ഹൂഗ്ലി ജില്ലയിലാണ്
5 മണ്ഡലങ്ങൾ, ഒരെണ്ണം പശ്ചിമ മേദിനിപൂരിൽ. നേരത്തെ പറഞ്ഞ പോലെ പട്ടികജാതി സംവരണം മുമ്പ് ചുവപ്പ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണിത്. CPM-കാർ മാത്രമേ അവിടെ ജയിക്കുമായിരുന്നുള്ളൂ. 2004 അനിൽ ബോസ് ആണ് പാർട്ടി സെക്രട്ടറിയൊക്കെ ആയിരുന്നു അവിടെ, സംസ്ഥാന സെക്രട്ടറി അനിൽ ബോസ്. അദ്ദേഹം ഗണശക്തിയുടെ പത്രാധിപരുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങേരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഈ CPM-ന്റെ നയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബംഗാളിലെ CPM-ന്റെ ദേശാഭിമാനിയാണല്ലോ ഗണശക്തി. ഇപ്പൊ കാണുമോ? ഗണശക്തിയുടെ കാണില്ല, ഒരു സർക്കുലേഷൻ ഉണ്ടാവില്ല, ആർക്കും വേണ്ടായിരിക്കും അത്. സാധനങ്ങൾ എടുത്ത് പൊതിയാൻ പോലും അത് ആരും മേടിക്കുന്നുണ്ടാവില്ല. ഓഫീസൊക്കെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഓഫീസിൽ പോയിട്ടാണ് അനിൽ ബോസിനെ കണ്ട് സംസാരിച്ചത്. അപ്പോൾ അനിൽ ബോസിന് അന്ന് ഭൂരിപക്ഷം 5,92,502 വോട്ട്. ഭൂരിപക്ഷം റെക്കോർഡായിരുന്നു അത്. അനിൽ ബോസിന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. 2004 5,92,502. അവിടെ നിന്നാണ് ഇപ്പം മിത്താലി ബാഗ് ജയിച്ചു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മിത്താലി ജയിച്ചത് 6,399 വോട്ടിനാണ് ജയിച്ചത്. CPM-ന്റെ വിപ്ലവ് കുമാർ മൊയ്ത്രയും മത്സരിച്ചിരുന്നു. 92,502 വോട്ട് കിട്ടി. 5.93% മാത്രം ആണിപ്പോൾ CPM-ന്റെ അവിടുത്തെ വോട്ട്. ഈ മിത്താലി ബാഗിന്റെ വിജയം 6,000 വോട്ടാന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കണക്ക് വെച്ച് അത് വിജയമല്ല. 33,000 എന്ന് പറഞ്ഞൊരു സംഭവം, 33,000 പോലും രാഹുൽ ഗാന്ധി വിജയമായിട്ട് അംഗീകരിക്കുന്നില്ല. 52-53 വേണമെന്ന് KC വേണുഗോപാലിന്റെ ഭേദഗതി വന്നിട്ടുണ്ട്. അപ്പോൾ മിത്താലി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബോധം കെട്ട് വീണു. അപ്പോൾ മഗർദ്വാർ ഉണ്ടല്ലോ പാർലമെന്റിന്റെ, ആ മഗർദ്വാറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുമ്പോഴാണ്, അത് കഴിഞ്ഞ് ഇവരെ മിത്താലിയെ രാഹുൽ ഗാന്ധിയാണ് കാറിലേക്ക്, ഈ ആദ്യം താങ്ങിപ്പിടിച്ചത് ബ്രിട്ടാസ്, അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയാണ് കാറിലേക്ക് കൊണ്ടാക്കിയത്. അതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഈ മിത്താലിക്ക് മുമ്പ് അവിടെ ജയിച്ചിരുന്ന TMC സ്ഥാനാർത്ഥി അപരൂപ പൊദ്ദർ ആയിരുന്നു. അവര് ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു. മുസ്ലിമിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു അവിടെ. പക്ഷെ ആ ചോദ്യം തെറ്റല്ലേ? ചോദ്യം തെറ്റാണെങ്കിലും വോട്ടർമാർക്ക് ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മുസ്ലിമിനെ കല്യാണം കഴിച്ചുകൊണ്ട് പട്ടികജാതി ഒരു മാറില്ല, ഒരു മതം അല്ലല്ല, അത് പറയാം. അപ്പോൾ പൊദ്ദറിന് ടിക്കറ്റ് ഇല്ല. അപ്പോൾ അവര് ഈ അപരൂപ പൊദ്ദർ പറയുന്നത് ഹൂഗ്ലിയിലെ TMCയുടെ 2 മന്ത്രിമാർ പണിതിട്ടാണ് അവർക്ക് ടിക്കറ്റ് കിട്ടാതായത് എന്നുള്ളതാണ്. പൈസ ഉണ്ടായിരുന്നില്ല അവർക്ക്. 2014 3.46 ലക്ഷം വോട്ടിന് ജയിച്ചിരുന്നു ഈ പൊദ്ദർ അപരൂപ. 2019 1042 വോട്ട് മാത്രമായിരുന്നു ഭൂരിപക്ഷം. അത്രയും വലിയ ഭൂരിപക്ഷത്തിന് തലയും കുത്തി താഴത്തോട്ട് വിടും. അത്രയും അവര് അവിടെ അൺപോപ്പുലറായി, ജനങ്ങളെ വെറുപ്പിക്കാവുന്ന പരമാവധി വെറുപ്പിച്ചു. അത് പറയുന്നുണ്ട് അവർ വെറുപ്പിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് TMC മാറ്റിയതാണ്. അപ്പം മിത്താലിയുടെ ഗ്രാമം ദാത്പൂർ, അവിടെ ഗോഗട്ടിലെ ദാത്പൂർ, പിഷി എന്നാണ് അവിടെ അറിയപ്പെടുന്നത് നാട്ടില് പുള്ളിക്കാരി. പിഷി 2013 താറാവ് കൃഷിയൊക്കെ ഉണ്ട് അവർക്ക് ആ ഭാഗത്ത്, പണിയെടുത്ത് ജീവിക്കുന്നവരായിരുന്നു. അതെ അതെ. 2013 ഇപ്പൊ പത്രപ്രവർത്തക ഒരാൾ ഇവർ ജയിച്ച ശേഷം പോയിട്ട് എഴുതിയപ്പോഴും അപ്പുറത്ത് താറാവുകൾ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഞാൻ വായിച്ചിരുന്നു. 2013 രാഷ്ട്രീയം തുടങ്ങി ഹാസിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി അവർ. 5 കൊല്ലം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് സമിതി അംഗമായി. 2023 ജില്ലാ പഞ്ചായത്ത് അംഗമായി. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് അംഗമായി ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഈ പൊദ്ദറിനെ മാറ്റിയിട്ട് ഇവരെ മത്സരിപ്പിക്കുന്നത്. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പ്രഫുല്ല ചന്ദ്ര സെൻ, നേതാവായിരുന്നു, സ്റ്റേച്ചർ ഉണ്ടായിരുന്നു. പ്രഫുല്ല ചന്ദ്ര സെന്നിന്റെ മണ്ഡലമാണ് ആരംബാഗ്. ആ കാലത്ത് ആ പ്രഫുല്ല ചന്ദ്ര സെൻ മത്സരിക്കുന്ന കാലത്ത് ബേക്കറിയും അരിമില്ലും ഒക്കെയാണ് ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ കോഴി വളർത്തൽ അതായിരുന്നു അവിടെ കൂടുതൽ.
ഇന്ന് അത് ഉരുളക്കിഴങ്ങ് ധാരാളം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഉരുളക്കിഴങ്ങ് ഈ കോൾഡ് സ്റ്റോറേജിലൊക്കെ ധാരാളമായിട്ട് വെക്കുന്ന, ഉരുളക്കിഴങ്ങ് ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന ബംഗാളിലെ പ്രധാനപ്പെട്ട സ്ഥലമാണിത്. അപ്പോൾ ഈ പൊദ്ദർ മുസ്ലിമിനെ കെട്ടിയിട്ട് അഫ്രിൻ അലി എന്ന് പേര് മാറ്റി, അവരുടെ പേര്. അപ്പോൾ അവർ മതം മാറിയിട്ടുണ്ടല്ലോ, അഫ്രിൻ അലി. പിന്നെ എങ്ങനെ മത്സരിക്കും എന്നുള്ള. അപ്പോൾ ഒരു സംവരണ മണ്ഡലത്തിൽ എങ്ങനെ മുസ്ലിം മത്സരിക്കുന്ന ചോദ്യമെന്ന് അങ്ങനെയാണ്. അവരുടെ പേര് അഫ്രിൻ അലി എന്നാണ് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ. അപ്പോൾ ഈ റോഡൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഇവരുടെ ഗ്രാമത്തിൽ. സ്കൂളിലേക്ക് ഇവർ പാടം വഴി നടന്ന് കുറേ ദൂരം നടന്നൊക്കെയാണ് പോയിരുന്നത്. പക്ഷെ ആ ഗ്രാമത്തിൽ നിന്നുള്ള ആദ്യത്തെ ബിരുദധാരിയാണ് ഈ മിത്താലി. അച്ഛനെ കാണാതായതാണ് വഴിത്തിരിവായത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ പോരാട്ടത്തിലേക്കൊക്കെ ഇറങ്ങിയത്. 2010 അംഗൻവാടിയിൽ ജോലി കിട്ടി. സഹോദരൻ മമതയും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഇവരെ നോക്കൂ, ഇവർ സഹോദരങ്ങളെയൊക്കെ വിവാഹം ചെയ്തയച്ചു, എന്നെ പോലെ അവിവാഹിതയായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി ഇവരിപ്പോൾ റോഡ്, പിന്നെ 2 വാട്ടർ ടാങ്കുകൾ, സംഭരണികൾ നാട്ടിൽ കൊണ്ടുവന്നുണ്ട്. ഇനി ഗോഘട്ടിൽ നിന്ന് ബിഷ്ണുപൂരിലേക്കൊരു തീവണ്ടി പാത, അതാണ് അവർ ഇപ്പോൾ നിവേദനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ TMCയെ കുറിച്ച് പറയുമ്പോൾ TMCയിൽ ഇങ്ങനെ കൊള്ളാവുന്ന ചില ആളുകളും ഉണ്ടല്ലേ? അങ്ങനെയും ആളുകൾ ഉണ്ടാവുമല്ലോ ജയിപ്പിച്ചു വിടുന്ന. അല്ലാത്ത പല പരിപാടികളും നടക്കുന്നുണ്ട്. ഈ വോട്ടർമാരെ ചേർക്കല്, ബംഗ്ലാദേശിൽ നിന്നുള്ളവർ, ആ പ്രീണനമുണ്ട്. ആ പ്രീണനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൊദ്ദറിനെ വേറൊരു സ്ഥലത്ത് സന്ദേശ് ഗാലിയിലോ എവിടെയെങ്കിലും കൊണ്ട് ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു. അതെ അതെ. ഏതായാലും CPM ഒരു പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നത് CPM അറിഞ്ഞിട്ടൊന്നുമല്ല, ജോൺ ബ്രിട്ടാസിന്റെ ഒരു കരുതൽ കൊണ്ട്, സ്നേഹം കൊണ്ട് ഒരാള് ബോധം കെട്ട് വീഴുമ്പോ താങ്ങി പിടിച്ചു. അതിങ്ങനെ വാർത്തയാവും, ചർച്ചയാവും. അത് ഇവരാണെന്ന് തന്നെ, മിത്താലി ആണെന്ന് തന്നെ അദ്ദേഹം അറിയില്ല ഇല്ലേ? ചിലപ്പോൾ ഒരു MP ആണെന്നറിയാം, പക്ഷേ ഈ പശ്ചാത്തലവും കഥകളൊന്നും ബ്രിട്ടാസിന് അറിയില്ലായിരിക്കും. പക്ഷെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാവ്യനീതി ഒരു കാലം കരുതി വെച്ചിട്ടുണ്ട്. CPMകാരുടെ ക്രൂര പീഡനങ്ങൾക്കെതിരെ പൊരുതി പാർലമെൻറ്റിലെത്തിയ വനിതാ TMC നേതാവിന് ഒരു ബോധക്ഷയമുണ്ടായപ്പോൾ താങ്ങിപ്പിടിക്കാൻ CPMകാരൻ ചെല്ലേണ്ടി വന്നു എന്നുള്ളത് ആലോചനാമൃതമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.